ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റാലിയൻ ലീഗിൽ നടന്ന എ സി മിലാൻ വേഴ്സ് ബോവോ മത്സരം 2-1 എന്ന ഗോൾ സ്കോറിൽ എ സി മിലാൻ വിജയം കരസ്ഥമാക്കിയിരിക്കുകയാണ്. എ സി മിലാനു വേണ്ടി റാഫേൽ ലിയോ, തിയോ ഹെർണാണ്ടസ് എന്നിവരാണ് ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു വിജയത്തോടു കൂടി 31 പോയിൻറ്റുമായിട്ട് 7ാം സ്ഥാനത്ത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇവരെ പ്രശ്നമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സീരിയ ലീഗിൽ വരുന്ന സമയത്ത് നല്ല രീതിയിൽ സഫർ ചെയ്യുന്നതായിട്ടാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത്. പക്ഷേ ചാമ്പ്യൻസ് ലീഗിലും റീസെൻ്റ്ലി നടന്ന സൂപ്പർ കോപ്പ ഇറ്റാലിയ മത്സരത്തിൽ ആ ഒരു പെർഫോമൻസ് ഇവർ തന്നെയാണോ കളിച്ചത് എന്ന് ചിന്തിച്ചു പോകുന്ന തരത്തിലാണ് ലീഗിൽ, അതായത് സീരിയ ലീഗിൽ കളിക്കുന്ന ഒരു പെർഫോമൻസ് കാണുമ്പോൾ എനിക്ക് തോന്നുന്നത്. എന്താണ് പ്രശ്നമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. റാഫേലിയോനെ സംബന്ധിച്ചിടത്തോളം ഒരു എ സി മിലാൻ്റെ ഒരു കീ പ്ലെയർ തന്നെയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. വേറൊരു കാര്യം, പോർച്ചുഗൽ ടീമിൽ അത്ര നല്ല രീതിയിൽ യൂസ് ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. മിലാനിൽ വരുന്ന സമയത്തുള്ള ഒരു പെർഫോമൻസ് നിങ്ങൾ കാണുന്നവർക്ക് മനസ്സിലാവും. റണ്ണിങ് ആയാലും ട്രിപ്പിളിങ് എന്നെല്ലാം പറഞ്ഞാൽ വേറെ ലെവൽ ട്രിപ്പിളിങ് ആണ്. അതും നോർമലി ഇപ്പോൾ വിനീഷ്യസൊക്കെ ട്രിപ്പിൾ ചെയ്യുന്ന സമയത്ത് ചില സമയത്ത് മിസ്റ്റേക്സ് പറ്റാറുണ്ട്. പക്ഷെ റാഫേൽ ലിയോൻ്റെ ആ ഒരു റണ്ണിങ്ങും ട്രിപ്പിളിങ്ങും കണ്ടാൽ നമുക്ക് മനസ്സിലാവും, ഇങ്ങനെ പാമ്പ് പോകുന്ന പോലെയാണ് പോവുക. അതും ഫിനിഷിങ്ങിൻ്റെ ചെറിയൊരു പോരായ്മയുണ്ട്, അത്ര വലിയ രീതിയിലല്ല. പക്ഷേ ഈ ഒരു ബാക്കിയുള്ള എല്ലാ സ്റ്റാറ്റ്സ് വെച്ച് നോക്കുന്ന സമയത്ത് ട്രിപ്പിളിങ്ങിൽ മാത്രം ചെറിയൊരു പ്രോബ്ലംസ് കാണുന്നു. പക്ഷെ എന്തുകൊണ്ടാണ് കാരണം പോർച്ചുഗലിൽ ഇത്രയും വലിയൊരു എന്താ പറയുക, റൊണാൾഡോ, ബെർണാർഡോ സിൽവ, ഒരുപാട് ബിഗ് പ്ലെയർ ഉള്ളത് കൊണ്ടായിരിക്കാം നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റാതെ വരുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ പുള്ളിയുടെ റേഞ്ച് എന്താണെന്ന് അറിയണമെങ്കിലും എ സി മിലാൻ്റെ ആ ഒരു പെർഫോമൻസ് നോക്കിയാൽ മാത്രം മതി എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഗൈസ്, നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം.